ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറിവിൻ്റെ തൂവെളിച്ചം കുരുന്നു ഹൃദയങ്ങളിൽ പകർത്തിക്കൊണ്ട് പാഠ്യേതര രംഗങ്ങളിൽ മികവിൻ്റെ കേന്ദ്രമായി മാറിയ ഹെവൻസ് പ്രീ സ്കൂൾ ആലത്തിയൂർ 6 വർഷം പിന്നിടുകയാണ്. ലഭ്യമായ വാഹന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി തിരുനാവായ, ആലത്തിയൂർ, കുറ്റൂർ, പെരുന്തല്ലൂർ, ചമ്രവട്ടം, പുറത്തൂർ എന്നീ മേഖലകളിൽ നിന്നും മികവുറ്റ വിദ്യാഭ്യാസം കരസ്ഥമാക്കി കടന്നുവരുന്ന കുരുന്നുകളെയും രക്ഷിതാക്കളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഹെവൻസ് പ്രീ സ്കൂൾ ആലത്തിയൂർ ആനുവൽ ഡേ ആൻഡ് കോൺവൊക്കേഷൻ സെറിമണിയിൽ 2024-25 അധ്യയന വർഷത്തെ പാഠ്യേതര റിപ്പോർട്ട് സാദരം സമർപ്പിക്കട്ടെ. ഹെവൻസ് ടീം: ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി, പ്രിൻസിപ്പൽ, 7 മെൻറ്റേഴ്സ്, 2 അസിസ്റ്റൻ്റ് മെൻറ്റേഴ്സ് എന്നിവരടങ്ങുന്നതാണ് ഹെവൻസ് ടീം. സ്കൂൾ സ്ട്രക്ചർ: ഓഫീസ്, 5 ക്ലാസ് റൂമുകൾ, ആക്ടിവിറ്റി റൂം, പ്ലേ ഏരിയ, കിച്ചൺ, ഡൈനിങ് ഹാൾ ഇവയാണ് സ്കൂൾ സ്ട്രക്ചർ. 3 ബാച്ചുകളിലായി സ്കൈ 1, സ്കൈ 2, സ്കൈ 3 ക്ലാസ്സുകളിലായി 75 കുട്ടികൾ നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളെ ഉന്നതിയിലെത്തിക്കുവാനും ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച് പരിശീലനം നൽകുന്നതിനും അള്ളാഹുവിനെ കുറിച്ച ബോധം കുരുന്നിലെ കൊത്തിവെക്കാനും മക്കൾക്ക് വീട്ടിലെന്ന പോലെ സ്കൂളിലും സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കിക്കൊടുക്കാൻ കഠിന പ്രയത്നം ചെയ്യുന്ന കൂട്ടായ്മയാണ് ഹെവൻസ്. മെൻറ്റേഴ്സ് ആൻഡ് അസിസ്റ്റൻ്റ് മെൻറ്റേഴ്സ്: ഉമ്മയുടെ മടിത്തട്ടിൽ നടത്തിയെടുത്ത കുരുന്നുകൾക്ക് ആവശ്യമായ എല്ലാ പരിചരണങ്ങളും നൽകി സ്നേഹത്തോടും ലാളനയോടും കൂടി മക്കളുടെ വളർച്ചയിൽ കൈപ്പിടിച്ചുയരാൻ സഹായിക്കുന്ന മെൻറ്റേഴ്സാണ് ഈ സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ട്. ഹെവൻസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ 10 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിലൂടെ ഇതിനുള്ള യോഗ്യത നേടിയെടുത്തവരാണിവർ. മാനേജ്മെൻറ്റ് ടീം: ഒരു സ്ഥാപനം മുന്നോട്ട് ചലിക്കണമെങ്കിൽ സ്ഥാപനത്തിന് ശക്തമായ പിന്തുണയുണ്ടായാലേ സാധിക്കുകയുള്ളൂ. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാനേജ്മെൻറ്റ് മീറ്റിംഗ് കൂടുകയും വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി വരികയും ചെയ്യുന്നു. PTA ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി: സ്കൂളിലെ എല്ലാ കാര്യങ്ങളെയും പ്രോഗ്രാമുകളെയും വിജയിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിൽ സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടാണ് ഹെവൻസ് PTA പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. PTA പ്രസിഡന്റ് റഫീഖ് സാഹിബും വൈസ് പ്രസിഡന്റ് സൈഫുനിസ സാഹിബയും 16 അംഗ കമ്മിറ്റിയും ഇതിന് നേതൃത്വം നൽകുന്നു. ഏത് സമയത്തും ഓടിയെത്താൻ കഴിയുന്ന രക്ഷിതാക്കൾ ഹെവൻസിനൊപ്പം ഉണ്ട് എന്നതാണ് സ്കൂളിൻ്റെ വിജയം. പാരൻസ് മീറ്റിംഗ്: എല്ലാ മാസവും മക്കളുടെ പഠന പുരോഗതി വിലയിരുത്താനായി HPS അസസ്മെൻറ്റിനു ശേഷം മെൻറ്റേഴ്സും രക്ഷിതാക്കളും ഒരുമിച്ചിരിക്കുന്നു. മെൻറ്റേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനാൽ മക്കളിൽ അതിൻ്റെ മികവ് കാണാൻ കഴിയുന്നുണ്ട്. മീറ്റിങ്ങുകൾ ഓഫ്ലൈനായാലും ഓൺലൈനായാലും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിൽ ഞങ്ങളോട് സഹകരിക്കുന്ന പ്രിയ ഹെവൻസ് ഫാമിലിയോടുള്ള നന്ദിയും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തുന്നു. കൂടാതെ സ്കൂളിനാവശ്യമായ കാര്യങ്ങളും രക്ഷിതാക്കൾ മുൻകൈയെടുത്ത് ചെയ്യാറുണ്ട്. ഒരു ബാച്ച് സ്കൂളിനാവശ്യമായ സൗണ്ട് സിസ്റ്റവും മറ്റു അത്യാവശ്യ സംവിധാനങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട്. സ്കൂളിൻ്റെ കാര്യങ്ങളിൽ നമ്മോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന PTA അംഗങ്ങൾക്കും സഹചർക്ക് സഹായഹസ്തം നീട്ടുകയും സ്കൂളിനായി ഒരുപാട് ആവശ്യ സന്ദർഭങ്ങളിൽ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുന്ന എല്ലാ പ്രിയ രക്ഷിതാക്കൾക്കും 1000 നന്ദി. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച കൃത്യമായി സ്കൂൾ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ആഴ്ചയിലും ക്ലാസ് അസംബ്ലി കുട്ടികൾ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ഹിഫ്ള് റിവിഷൻ നടത്തുന്നതിനായി കുട്ടികളെ പെയറുകളാക്കി തിരിച്ചിരിക്കുന്നു. വീട്ടിലെത്തിയ ശേഷവും കുട്ടികൾ പരസ്പരം ഖുർആൻ ഓതി കേൾപ്പിക്കുകയും ചെയ്യുന്നു.
കുട്ടികളുടെ എല്ലാ അർത്ഥത്തിലുള്ള വളർച്ചയിലും സ്കൂൾ അതീവ ശ്രദ്ധ പുലർത്താറുണ്ട് എന്നതിൻ്റെ സാക്ഷ്യം ഇവിടെ ഇരിക്കുന്ന പ്രിയ രക്ഷിതാക്കളാണ്. സ്റ്റാഫ് മീറ്റിംഗ്. അർപ്പണബോധവും സേവന സന്നദ്ധതയും നിസ്വാർത്ഥതയും കൈമുതലായുള്ള 7 മെൻറ്റേഴ്സ് സ്കൈ 1, സ്കൈ 2, സ്കൈ 3 ക്ലാസുകളിലായി സേവനമനുഷ്ഠിക്കുന്നു. അക്കാദമിക വർഷാരംഭത്തിൽ തന്നെ സ്റ്റാഫ് മീറ്റിങ്ങുകൾ ചേരുകയും അധ്യാപികമാർക്ക് ചുമതലകൾ വീതിച്ചു നൽകുകയും ചെയ്യുന്നു. ഹെഡ്ക്വാർട്ടേഴ്സ് നൽകിയ പ്ലാൻ മുന്നിൽ വെച്ചുകൊണ്ട് ആസൂത്രണങ്ങൾ നടത്തുകയും എല്ലാ ആഴ്ചകളിലും ഓഫ്ലൈനായും ഓൺലൈനായും മീറ്റിങ്ങുകൾ നടത്തുകയും ചെയ്യുന്നു. തർബിയത്ത് യോഗങ്ങൾ. എല്ലാ വെള്ളിയാഴ്ചകളിലും മെൻറ്റേഴ്സിൻ്റെ ആത്മീയ വളർച്ചയ്ക്കായി തർബിയത്ത് ക്ലാസുകൾ നടന്നുവരുന്നു. കിഡ്സ് ടോക്കി. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും പരസ്പരം ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനായി ഉണ്ടാക്കിയ സംവിധാനമാണിത്. ഇതിൽ രക്ഷിതാക്കളും കുട്ടികളും ആവേശപൂർവ്വം പങ്കെടുത്തു വരുന്നു. ഹെവൻസ് കരിക്കുലം. സ്കൈ 1, സ്കൈ 2, സ്കൈ 3 ക്ലാസുകളിലായി 3 വർഷത്തെ കോഴ്സാണിത്. 3 വർഷത്തിനുള്ളിൽ വിശുദ്ധ ഖുർആൻ ഏത് ഭാഗത്തു നിന്നും അനായാസം തജ്വീദ് നിയമത്തോടു കൂടി പാരായണം ചെയ്യാൻ കുട്ടി പ്രാപ്തനാകുന്നു. 30ാമത്തെ ജുസ് മനഃപ്പാഠമാക്കുന്നു. എല്ലാ മാസവും HPS അസസ്മെൻറ്റിലൂടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നു. 3 വർഷത്തിനുള്ളിൽ ഇംഗ്ലീഷ്, മലയാളം, ഗണിതം, അറബിക്, EVS എന്നിവയിൽ പ്രീമിയം ലെവൽ പഠനം പൂർത്തിയാക്കാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നു. ഓരോ ആഴ്ചയിലും സ്കിൽ ഡെവലപ്മെൻറ്റിനായി 4 പീരീഡുകൾ മാറ്റിവെച്ചിരിക്കുന്നു. കുട്ടികളുടെ കഴിവുകളുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു. കളറിംഗ് മത്സരം. സ്കൂളിലേക്ക് പുതുതായി വരുന്ന കുരുന്നുകൾക്ക് അപരിചിതത്വം ഒഴിവാക്കാനും സ്കൂളിനെയും മെൻറ്റേഴ്സിനെയും കൂട്ടുകാരെയും അടുത്തറിയാനും വേണ്ടിയായിരുന്നു ഈ പരിപാടി. പ്രവേശനോത്സവം. ജൂൺ 3-ന് നവാഗതരെ സ്വീകരിക്കാൻ വിദ്യാലയമുറ്റം അണിഞ്ഞൊരുങ്ങി. വർണ്ണ ബലൂണുകളും സമ്മാന പൊതികളുമായി കുരുന്നുകളെ മെൻറ്റേഴ്സ് വരവേറ്റു. കുഞ്ഞു കൺകളിലെ കൗതുകവും പുതിയ ക്ലാസുകളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ മക്കളുടെ സന്തോഷവും പ്രവേശനോത്സവ ദിനത്തിലെ നിറമുള്ള കാഴ്ചകളായി. കുട്ടികളുടെ അധ്യയന കാര്യത്തിൽ സ്കൂൾ അതീവ ശ്രദ്ധ ചെലുത്തുന്നു. ടെക്സ്റ്റ് ബുക്ക്, യൂണിഫോം എന്നിവ കൃത്യസമയത്ത് നൽകി വരുന്നു. ആദ്യമായെത്തിയ കുഞ്ഞു സാറയാണ് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് നടന്ന പരിപാടിയിൽ ഡയറക്ടർ ഷമീർ സാർ, റഷീദ് സാഹിബ്, അലി ഹസൻ സാഹിബ്, PTA പ്രസിഡന്റ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഹെവൻസിലെ പ്രധാന കഥാപാത്രമായ ലാലുവിൻ്റെ രംഗപ്രവേശം ഒരു ഉത്സവമായി സ്കൂളിൽ നടത്തുകയുണ്ടായി. പാട്ടുപാടിയും കഥ പറഞ്ഞും പരിപാടി ഗംഭീരമാക്കി. ലക്ഷ്യങ്ങൾ. അഡ്മിഷൻ സമയത്ത് രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച കാര്യങ്ങൾ ഓരോന്നും നേടിയെടുത്താണ് ഈ ബാച്ചും സ്കൈ 3 പഠനം പൂർത്തിയാക്കുന്നത്. 6 വയസ്സിന് മുന്നേ ഖുർആൻ പല ആവർത്തി പാരായണം പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളുള്ളത്. 2ാം വർഷത്തിലെത്തിയപ്പോൾ തന്നെ സ്കൈ 2 ക്ലാസ്സിലെ 4 മക്കൾ ഇതിനകം ഖത്മ് പൂർത്തീകരിച്ച സന്തോഷവും നിങ്ങളെ അറിയിക്കുകയാണ്. ദിനാചരണങ്ങൾ. പാഠ്യരംഗം മാത്രമല്ല പാഠ്യേതര രംഗവും മികവുറ്റതാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന വിവിധ ഡേ സെലിബ്രേഷൻസ് വഴി കുട്ടികളുടെ ചിന്താശേഷി, ഭാഷാ വളർച്ച, ക്രിയേറ്റിവിറ്റി എന്നിവയുടെ വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്നു. എൻവയോൺമെൻറ്റ് ഡേ, കളേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ, ഫ്രൂട്ട്സ് ഡേ, വെജിറ്റബിൾസ് ഡേ, ടീച്ചേഴ്സ് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ തുടങ്ങിയ ദിനാചരണങ്ങൾ വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ ആചരിച്ചു വരുന്നു. ആർട്സ് ആൻഡ് സ്പോർട്സ് മത്സരങ്ങൾ. 4 ദിവസങ്ങളിലായി നടന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് മത്സരങ്ങളിൽ മക്കൾ ഏറെ ആവേശത്തോടെ പങ്കെടുത്തു. പ്രകടന മികവ് വിളിച്ചോതുന്നതായിരുന്നു പരിപാടി. ഓഫ് സ്റ്റേജ്, സ്റ്റേജ്, സ്പോർട്സ് വിഭാഗങ്ങളിൽ കുരുന്നുകൾ മാറ്റുരച്ചത് ഒരു വിസ്മയം തന്നെയായിരുന്നു. ഗ്രാൻഡ് പാരൻസ് ഡേ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നിറക്കൂട്ടുകളാണ് നമ്മുടെ മക്കൾ. ചിത്രശലഭങ്ങളെപ്പോലെ നമുക്ക് മുമ്പിൽ പാറി നടക്കുന്ന ഈ കുരുന്നുകളുടെ ജീവിതത്തിന് വെളിച്ചവും ഊർജവും പകർന്നു നൽകുന്ന വഴികാട്ടികളാകുന്ന ഒരു കൂട്ടർ. അതാണ് അവരുടെ ഉമ്മമ്മമാരും ഉപ്പപ്പമാരും. ചുക്കിച്ചുളിഞ്ഞ അവരുടെ കൈപ്പടങ്ങളിൽ നേർത്ത കുഞ്ഞിക്കൈകൾ ചേർത്ത് വെച്ച് കൊടുക്കുമ്പോൾ ലഭിക്കുന്ന സുരക്ഷിതത്വം മറ്റൊന്നിനും നൽകാനാവില്ല.
ഹെവൻസ് രക്ഷിതാക്കളെ എന്ന പോലെ ഗ്രാൻഡ് പാരൻസിനെയും ചേർത്ത് പിടിക്കാറുണ്ട്. ഖത്മുൽ ഖുർആൻ. ഖുർആനിൻ്റെ ആളുകൾ അവരാണ് അഹ്ലുള്ള, അള്ളാഹുവിൻ്റെ ആളുകൾ. വിശുദ്ധ ഖുർആനിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറയെ സ്വപ്നം കണ്ട് 6 വർഷം മുമ്പ് സ്ഥാപിതമായ ഹെവൻസ് പ്രീ സ്കൂൾ ആലത്തിയൂരിൻ്റെ യാത്രയിൽ ഇന്ന് അതിൻ്റെ 4ാം വർഷ ഖത്മുൽ ഖുർആൻ പരിപാടിയാണ് നടക്കുന്നത്. ഇതിനകം 100ഓളം കുട്ടികൾ ഖുർആനിൻ്റെ വഴിയെ സഞ്ചരിച്ച് ഭാവിയുടെ സ്വപ്ന പ്രതീക്ഷകളായി കൺകുളിർമയായി നമുക്കഭിമാനമായി പഠനവഴിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ഖത്മുൽ ഖുർആൻ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഹെവൻസ് ബോർഡ് മെമ്പർ നിയാസ് സാറായിരുന്നു. സ്റ്റഡി ടൂർ. പഠനം ക്ലാസ് റൂമിൽ ഒതുങ്ങുന്നതല്ല. 4 ചുമരുകൾക്കപ്പുറത്തേക്ക് ഹൃദയവിശാലതയുടെയും നിരീക്ഷണബോധത്തിൻ്റെയും സാമൂഹിക കാഴ്ചപ്പാടുകളുടെയും പുതിയ ജാലകങ്ങൾ തുറന്ന് പഠന പ്രക്രിയക്ക് വേറിട്ട അനുഭവങ്ങൾ പകർന്നുകൊണ്ട് നമ്മുടെ വിദ്യാലയം തിളങ്ങി നിൽക്കുന്നു. കുഞ്ഞു മനസ്സിലെ ഒരു 100,000 സംശയങ്ങൾക്ക് മുമ്പിൽ യാഥാർത്ഥ്യങ്ങളുടെ ഒരു വിസ്മയ ലോകം തുറന്നു കൊടുക്കുന്നതായിരുന്നു ഫീൽഡ് ട്രിപ്പ്. ചുറ്റുമുള്ള അപകട സാധ്യതകൾ, അതിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, നമ്മെ സഹായിക്കുന്ന സ്ഥാപനങ്ങൾ, അവിടെ 24 മണിക്കൂറും സേവന സജ്ജരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർ. ഓരോ കാഴ്ചയും ഓരോ കുഞ്ഞിലും ഒരുപാട് അനുഭവങ്ങൾ കോറിയിടുന്നതായിരുന്നു. ഫയർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, പാലിയേറ്റീവ് കെയർ, മാർക്കറ്റ്, ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് സന്ദർശിച്ചത്. മെൻറ്റേഴ്സ് ഫെസ്റ്റ്. പെരിന്തൽമണ്ണ പൂപ്പലം ദാറുൽ ഫലാഹിൽ വെച്ച് നടന്ന ഹെവൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് മെൻറ്റേഴ്സിനായി നടത്തിയ സെൻട്രൽ സോൺ മീം മെൻറ്റേഴ്സ് ഫെസ്റ്റിൽ നമ്മുടെ സ്കൂളിന് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഓവറോൾ റണ്ണറപ്പ് ട്രോഫി കരസ്ഥമാക്കി. പാരൻസ് ഡേ. കഴിഞ്ഞ വർഷത്തെ പാരൻസ് ഡേ മലയിൽ ഫാം ഹൗസിൽ വെച്ചാണ് നടന്നത്. പാരൻസിനായി പലതരം ഗെയിമുകളും ഫുഡ് ഫെസ്റ്റും നടത്തിയിരുന്നു. ഫുഡ് ഫെസ്റ്റിൽ എല്ലാവരുടെയും കൈപുണ്യങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എല്ലാം മറന്ന് ഒരു ദിനം ആടിയും പാടിയും മെൻറ്റേഴ്സിനും കുട്ടികൾക്കുമൊപ്പം ചെലവഴിച്ച് കൈനിറയെ സമ്മാനങ്ങളും വാങ്ങിയാണ് അവർ മടങ്ങിയത്. വെജിറ്റബിൾസ് ഡേ. സ്കൈ 3 ക്ലാസ്സിലെ സദ്യയൊരുക്കാം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വെജിറ്റബിൾസ് ഡേയിൽ ഹെവൻസ് ഫാമിലി വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി. പ്രിയ രക്ഷിതാക്കൾ സ്നേഹത്തോടെ കൊടുത്തയച്ച ഓരോ വിഭവങ്ങളും ഏറ്റവും നല്ല രീതിയിൽ മക്കളുടെ മുമ്പിൽ അതിലേറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവർക്ക് മുമ്പിൽ വിളമ്പിക്കൊടുത്തപ്പോൾ കുഞ്ഞു കൺകളിലെ കൗതുകവും ആനന്ദവും മനസ്സും വയറും ഒരുപോലെ നിറച്ചു. ഖുർആൻ സ്റ്റഡി. കുട്ടികൾക്കായി ഹെവൻസിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ രക്ഷിതാക്കൾക്കും പഠനത്തിന് അവസരമൊരുക്കുകയാണ് ഹെവൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായി വിശുദ്ധ റമദാനിൽ 1 മാസം നീണ്ടുനിന്ന സൂറത്തുൽ ഇസ്രാ ഡെയിലി പരീക്ഷകളും ഫൈനൽ പരീക്ഷയും നടത്തി വിജയികളെ പ്രഖ്യാപിച്ചു. നിലവിൽ ഒരു ഖുർആൻ സ്റ്റഡി വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ആഴ്ചയിലും പരീക്ഷ നടത്തിക്കൊണ്ടിരുന്ന ഈ ഖുർആൻ സ്റ്റഡിയിൽ 10 റൗണ്ട് പൂർത്തീകരിച്ച ശേഷം റാങ്ക് ജേതാക്കളെ കണ്ടെത്തുകയും തണലാണ് കുടുംബം എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച ഓൺലൈൻ ക്ലാസ്സിൽ പ്രശസ്ത പ്രാസംഗിക റുക്സാന സാഹിബ അതിലെ വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞങ്ങളുമുണ്ട് വയനാടിനൊപ്പം. കേരളനാട് നടുങ്ങിപ്പോയ വയനാട് മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത സാഹചര്യത്തിൽ പ്രയാസത്തിലകപ്പെട്ടവരെ സഹായിക്കണമെന്ന ചിന്തയും ബോധവും നമ്മുടെ മക്കളിലും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ദുരിതബാധിതർക്കായി ഞങ്ങളുമുണ്ട് വയനാടിനൊപ്പം എന്ന തലക്കെട്ടിൽ കളക്ഷൻ ഡേ സംഘടിപ്പിച്ചു. പിരിച്ചെടുത്ത തുക ഏരിയ പ്രസിഡന്റിന് കൈമാറി. ഭിന്നശേഷി ദിനവുമായി ബന്ധപ്പെട്ട് ജീവിത വഴിയിൽ ശാരീരിക പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ടെന്ന ചിന്തയും ബോധവും മക്കളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ എടക്കുളം സാന്ത്വനം പാലിയേറ്റീവ് കെയർ സന്ദർശിച്ചു. ഭിന്നശേഷിക്കാരായവരുടെ ബുദ്ധിമുട്ടുകൾ മക്കൾ നേരിൽ കണ്ടറിഞ്ഞത് കണ്ണ് നനയിക്കുന്ന കാഴ്ചയായി. കരുണവറ്റാത്ത മനസ്സുകൾ ഇവിടെ ഇനിയും ബാക്കിയുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുമായി മാറി ആ സന്ദർശനം. ഒപ്പനപ്പാട്ടിൻ്റെ ഈരടികൾക്കൊത്ത് അവർക്ക് മുമ്പിൽ ചുവടുവെച്ച് ഒരുപിടി സന്തോഷ നിമിഷങ്ങൾ അവർക്കായി സമ്മാനിച്ചാണ് മക്കളും പ്രിയ മെൻറ്റേഴ്സും അവിടെ നിന്നും മടങ്ങിയത്. മെൻറ്റേഴ്സ് ട്രിപ്പ്. മാനേജ്മെൻറ്റ് എല്ലാ വർഷവും മെൻറ്റേഴ്സിനായി ട്രിപ്പ് ഒരുക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ട്രിപ്പ്
കോൾ ഓഫിലേക്കായിരുന്നു. സ്വിമ്മിംഗ് പൂളിലെ അനുഭവങ്ങൾ മറക്കാനാവാത്തതായിരുന്നു. ഭാവി പരിപാടികൾ. ഹെവൻസിൻ്റെ തുടർച്ചയ്ക്കായി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം മുതൽ 1-ാം ക്ലാസ്സിന് തുടക്കം കുറിക്കുന്ന വിവരം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. നിലവിലുള്ള കുട്ടികൾക്കായി ഒരു ബാച്ചും ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസവും ആഗ്രഹിക്കുന്ന ഹെവൻസ് അല്ലാത്ത മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികൾക്കായി മറ്റൊരു ബാച്ചും കൂടാതെ 4 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് 2 വർഷത്തെ ഒരു KG ബാച്ചും നമ്മുടെ സ്കൂളിൽ ആരംഭിക്കാൻ പോവുകയാണ്. സമാപനം. ഒരു ടീം വർക്കിലൂടെ നേടിയെടുത്തതാണ് നമ്മൾ ഈ നേട്ടങ്ങൾ. മാർഗനിർദ്ദേശം നൽകി മുന്നിൽ നടന്നവരെയും കൂടെ നിന്ന് ധൈര്യം പകർന്ന സഹപ്രവർത്തകരെയും പിന്തുണ നൽകി ഊർജം പകർന്നു തന്ന രക്ഷിതാക്കളെയും കളങ്കമില്ലാത്ത സ്നേഹം നൽകിയ കുരുന്നുകളെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാത്തിലുമുപരി സർവശക്തനായ റബ്ബിനോടുള്ള സ്തുതിയും നന്ദിയും ഇവിടെ അവന് മാത്രമായി അർപ്പിക്കുന്നു. ഹെവൻസ് ആലത്തിയൂരിൻ്റെ ഈ ജൈത്രയാത്ര ഇനിയും ഉയരങ്ങളിലെത്താൻ ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.